ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി ടോക്സ്. സോ ഇന്നത്തെ വീഡിയോ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറേ പേര്, അതായത് 10th ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ആണ്. നമ്മൾ ഒരുപാട് PSC ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണല്ലേ നമ്മുടെ VFA എക്സാം അല്ലേ. നമ്മുടെ LDCക്ക് ശേഷം ഇനി 10th ലെവലിലുള്ള എക്സാം ആണ് നമ്മുടെ VFA, അതുപോലെ ബെൽക്കോ LD എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് ഇനി നമ്മുടെ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. അപ്പോൾ ഈ VFAയുടെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് 2021 കേട്ടോ. ഓക്കെ, 20/10/2021 ലാസ്റ്റത്തെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായത് VFAയുടെ. ഓക്കെ, അപ്പൊ അത് ഇത് കണ്ടില്ലേ, നമ്മുടെ എല്ലാ ഡിസ്ട്രിക്ട്സിലെയും ആൻസിപ്പിറ്റേറ്റർ വാക്കൻസി എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. നമുക്ക് ഓരോന്നായി നോക്കാം. ഏത് ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VFAയുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്. ഓക്കെ, പിന്നെ 10th ലെവൽ എക്സാം ആണ്. അതായത് നമ്മളിപ്പോൾ നോട്ടിഫിക്കേഷൻ വരാണ്ട് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങണം. അപ്പൊ അത് തുടങ്ങുമ്പോൾ നമ്മൾ 10th ലെവലിലുള്ള എക്സാംസിന്റെ, ഇപ്പൊ LDCന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് സിലബസ് കിട്ടുമല്ലോ. അപ്പോൾ ഇതും അതായത് VFAയും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് നമുക്ക് സിലബസ് കയ്യിൽ കിട്ടുള്ളൂ. പക്ഷെ അതുവരെയ്ക്കും നമുക്ക് പഠിക്കണം. അപ്പൊ എക്സാം ലെവൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10th ലെവലാണ്. അതിന്റെ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, എക്സാം കാറ്റഗറി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ലെവലാണ്. ഓരോ അതായത് ഡിസ്ട്രിക്റ്റിനും ഒരേപോലെ ആയിരിക്കും എക്സാം. പക്ഷെ ഒരേ ഡേറ്റിലായിരിക്കും. പക്ഷെ ലിസ്റ്റ് വരുന്ന സമയത്ത് ഓരോ മാർക്കിന്റെ വ്യത്യാസത്തിലൊക്കെ കട്ട് ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ 10th ലെവലിന്റെ സിലബസ് വെച്ചിട്ട് വേണം നമ്മുടെ ഈ VFAക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങാൻ. ഓക്കെ, എല്ലാവർക്കും അത് ഡൗട്ടാണ് ഏത് ലെവലായിരിക്കും എന്ന് ചോദിച്ചിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. 10th ലെവലാണ് നമ്മുടെ ASMനൊക്കെ 10th ലെവലിന്റെ അതെ LDCന്റെ അതേ ഒരു സിലബസ് ആണ് നമ്മുടെ ഇപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എക്സാമിനും ഉള്ളത്. ഓക്കെ, അപ്പോൾ VFAക്കും ഈ 10th ലെവലിന്റെ സിലബസ് വെച്ചിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വർഷം, ഒരു 1.5 വർഷമൊക്കെ ഗ്യാപ്പ് കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. പിന്നെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ സെപ്റ്റംബർ 2021 വന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2021 നടന്നു. ഓക്കെ, അത് കാറ്റഗറി നമ്പർ 368/2021 കേട്ടോ. കാറ്റഗറി നമ്പർ. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ നോക്കുക, സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ഇതിന് 2021 നോട്ടിഫിക്കേഷൻ വന്നു. 2022 പ്രിലിംസ് നടന്നു. 2022 ഇതിന്റെ പ്രിലിംസ് ഉണ്ടായിരുന്നത്. പിന്നെ മെയിൻസ് 2023 ആയിരുന്നു. അങ്ങനെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ കഴിഞ്ഞ പ്രാവശ്യം നടന്നപ്പോൾ പ്രിലിംസ് പ്ലസ് മെയിൻസ് ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ഡൗട്ടാണ്, ഉറപ്പ് പറയാൻ പറ്റില്ല. പ്രിലിംസ് ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചപ്പോഴും അത് അറിയില്ല. നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ അറിയുള്ളൂ. കാരണം LDCക്കും മുന്നേ പ്രിലിംസും പ്ലസ് മെയിൻസ് എക്സാം ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം LDC ഒരു എക്സാം മാത്രമായിട്ടാണ് നടത്തിയത്, മെയിൻസ് മാത്രമായിരുന്നു. അതുപോലെ തന്നെ ASMനും കഴിഞ്ഞ പ്രാവശ്യം അവർ പ്രിലിംസ് മെയിൻസ് പറഞ്ഞിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വരാൻ പോകുന്ന ASM എക്സാമിന് നമുക്ക് മെയിൻസ് ഒറ്റ എക്സാം ആയിരുന്നു അല്ലെ, ഒറ്റ എക്സാം ആയിട്ടാണ് നമുക്ക് നടത്താൻ പോകുന്നത്. അതുകൊണ്ട് ഇതും VFAയും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം, ഒറ്റ എക്സാം ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് എല്ലാവരും ഈ 10th ലെവലിന്റെ എക്സാം 2021 കാര്യം പറയുന്നത്. എക്സാം നടന്നത്, പ്രിലിംസ് നടന്നത് 2022 അതുകൊണ്ട് നമുക്കിപ്പോ നോട്ടിഫിക്കേഷൻ മാക്സിമം ഒരു ഡിസംബറിലൊക്കെ വരും. അതായത് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി ഇത് കണ്ടോ, ഡിസംബർ 2023 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2027 വരെയാണ് വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ വേറൊരു ലിസ്റ്റ് അവർക്ക് ഇടുന്നുണ്ടെങ്കിൽ ഈ വർഷം ലാസ്റ്റ് എങ്കിലും നോട്ടിഫിക്കേഷൻ വരണം. പിന്നെ 2026 എക്സാം നടത്തണം. അപ്പൊ അങ്ങനെയായിരിക്കും 2020 എൻഡ് ആവുള്ളൂ. വേറൊരു ലിസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ 2025 ലാസ്റ്റോടു കൂടി ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ട് 2026 ഇതിന്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാസം, അതായത് ഈ ഒരു വർഷം ലാസ്റ്റിലോട്ടായിട്ട് VFAയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. കുറേ ഉദ്യോഗാർത്ഥികൾ എന്താ പറയുക, കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. എസ്പെഷ്യലി ഞാൻ ഉൾപ്പെടെ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് VFA.
അപ്പോൾ 10th ലെവലാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. 10th ലെവലിന്റെ സിലബസ് വെച്ചിട്ട്, കാരണം സ്പെഷ്യൽ ടോപ്പിക് കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. ഇപ്പൊ ASM-നാണെച്ചാലും സ്പെഷ്യൽ ടോപ്പിക് മാറ്റി വെച്ചു, അതിന് വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സിൽ 10 മാർക്ക് കൂട്ടി, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ മാർക്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് പ്രിലിംസ് ഒഴിവാക്കാൻ നല്ല ചാൻസ് ഉള്ളതുകൊണ്ടും ഒറ്റ എക്സാം ആയതുകൊണ്ടും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ മാസം അവസാനത്തോടെ ഡിസംബറോടുകൂടി നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ തന്നെ അടുത്ത വർഷം ആയിരിക്കും എക്സാം വരിക. അപ്പൊ നമ്മൾ ഇപ്പോഴേയും പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ 1 വർഷത്തെ ഗ്യാപ്പ് വരെ ഉണ്ട് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ. സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവിഷനും കൂടി കഴിയുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പഠിച്ച് സിലബസ് വരുമ്പോൾ തന്നെ നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ പഠിച്ച് ആ ഒരു ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റും. ഇനി ഇതിന്റെ കുറച്ച് കട്ട് ഓഫുകൾ ഞാൻ കാണിച്ചു തരാം. ഇത് തിരുവനന്തപുരത്തെ കട്ട് ഓഫ് ആണ്, 74 മാർക്കാണ് കേട്ടോ. ലേറ്റസ്റ്റ് കട്ട് ഓഫ് ആണ്. ഈ ഒരു 3 ജില്ലയുടെ ഇത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ പാലക്കാടിന്റെയാണ് 71.67 ആണ് കേട്ടോ കട്ട് ഓഫ് വരുന്നത്. പിന്നെ എറണാകുളത്തിന്റെ 72 മാർക്കാണ് കട്ട് ഓഫ് വരുന്നത്. ഇങ്ങനെയൊക്കെയാണ്, ഈ ഒരു റേഞ്ച് ആണ് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പോകുന്നോറും 80 സംതിങ് ഒക്കെ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 9 പ്രാവശ്യമൊക്കെ 80 സംതിങ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ 80+ വാങ്ങിച്ചാലാണ് നമുക്ക് ആ ലിസ്റ്റ് കയറാൻ പറ്റും എന്നുള്ളത് ഷുവറാണ്. പക്ഷെ 70 എബവ് പോകാൻ പറ്റില്ല. കാരണം 70ന്റെ താഴെയാണെങ്കിൽ നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കുറച്ച് ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് മാക്സിമം നമുക്ക് ഓൾമോസ്റ്റ് 1 വർഷം അതിന് മേലേക്ക് ഉണ്ടാവും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് 1.5 വർഷം കൂടെ എന്തായാലും നമുക്ക് ടൈം ടേബിൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ASM-ന്റെ ടൈം ടേബിൾ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി VFA ബെക്കോ LD-ന്റെ ഒക്കെ എക്സാമിന് വേണ്ടിയിട്ട് പുതിയൊരു ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതായത് ഇന്ന് തൊട്ടിട്ടല്ല, നമ്മുടെ മെയ് 15-ാം തീയതി തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ടെലിഗ്രാം ചാനലിലാണെച്ചാലും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം ഞാൻ അതിന്റെ PDF കാര്യങ്ങളൊക്കെ ടെലിഗ്രാമിലാണ് ഇടുന്നത്. പക്ഷെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ടെലിഗ്രാം ചാനൽ പബ്ലിക് അല്ല, അതുകൊണ്ട് മെമ്പർഷിപ്പ് എടുത്താലാണ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ മെമ്പർഷിപ്പ് ഓൺലൈൻ്റെ വീഡിയോസ് ഇടുന്നതുകൊണ്ടും എനിക്ക് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ മെമ്പേഴ്സിനെ മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളൂ ടെലിഗ്രാം ചാനലിലോട്ട്. ഓക്കെ, അപ്പോൾ ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് പഠിച്ചിട്ട് പോവാം. ഒരേപോലെ ഞാനും നമ്മൾ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് VFAയുടെ എക്സാം. 10th ലെവലാണ്. കുറേ എന്താ പറയുക വാക്കൻസീസ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും ഡിസംബറിൽ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. 10th ലെവലിന്റെ ഇപ്പോൾ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഒക്കെ ആണെങ്കിൽ ഡെയിലി ഓരോന്ന് നമുക്ക് റിവൈസ് ചെയ്ത് പഠിച്ചതാണെങ്കിൽ പിന്നെ അത് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചിട്ട് എല്ലാവരും നന്നായി പഠിക്കുക. 1 വർഷത്തിന് മേലെ നമുക്ക് സമയമുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നാലും 6 മാസം ജൂൺ മെയ് സമയത്തായിരിക്കും എക്സാം ഒക്കെ നടക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ട് എല്ലാവരും നന്നായി ഇരുന്ന് പഠിക്കുക. ഈ വരുന്ന വില്ലേജ് ഫീൽഡ് ആർട്സിന്റെ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാം, ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്